ഹായ്, എൻ്റെ പേര് വർഷ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഫസ്റ്റ് സോഷ്യൽ മീഡിയ വഴിയായിട്ടാണ് നമ്മുടെ ഹെഡേഴ്സ് ഇൻ്റർനാഷണൽ അക്കാദമിയെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതിനിടയിലാണ് എനിക്കിങ്ങനെ ഒരു ഡ്രീം വന്നത്. ഫസ്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്ത് വേറൊരു ഏജൻസി ആയിരുന്നു. അവിടെ നിന്ന് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഗൈഡൻസ് ഒന്നും കിട്ടിയില്ല. അവർ എൻ്റെ ഡ്രീം ഓസ്ട്രേലിയ ആയിരുന്നെങ്കിലും കാനഡയായിരുന്നു എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്തത്. സോ ഞങ്ങൾ അതുകൊണ്ട് വേറൊരു ഏജൻസിയെ കോൺടാക്ട് ചെയ്യായിരുന്നു. ദെൻ ഞാൻ നെക്സ്റ്റ് ഹെഡേഴ്സിനെയാണ് കോൺടാക്ട് ചെയ്തത്. ഞാനിവിടെ വന്നപ്പോൾ ഐ എം സോ ഹാപ്പി ബിക്കോസ് എനിക്ക് നല്ലൊരു കൗൺസിലറെ കിട്ടി. ഷബ്ന മാം ആയിരുന്നു എൻ്റെ കൗൺസിലർ. മാം എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എവിടെ തുടങ്ങണം, ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ദെൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നത് ഷബ്ന മാം ആണ്. സോ ഷബ്ന മാമിൻ്റെ ആ ഒരൊറ്റ കോളിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ. സോ ദെൻ നെക്സ്റ്റ് എനിക്ക് ഇവിടെ അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നത് ബ്ലോസം മാം ആയിരുന്നു. ബ്ലോസം മാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയായിരുന്നു. എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയായിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും മാമിൻ്റെ അടുത്ത് എന്ത് ക്വറീസ് ആണെങ്കിലും ഞാൻ ചോദിക്കുമായിരുന്നു. വാട്സപ്പിലാണെങ്കിലും ഈവൻ എപ്പോൾ വിളിച്ചാലും എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ദെൻ എൻ്റെ അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. സോ ഐ എം സോ ഹാപ്പി. ദെൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിസയും എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻ എല്ലാം രഞ്ജിത മാം ആയിരുന്നു. മാമിൻ്റെ ഗൈഡൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്കൊരു 1 വീക്കെങ്കിലും എടുത്തു എൻ്റെ എല്ലാ ഡോക്യുമെൻസും. അത്രയും പെർഫെക്റ്റായിട്ട് മാം അത് ചെയ്തു തന്നു. ഈവൻ ഞാൻ പോലും നോട്ട് ചെയ്യാത്ത പല കറക്ഷൻസ് പോലും, മൈന്യൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലും രഞ്ജിത മാം എനിക്ക് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. വർഷം അവിടെ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കത് തിരുത്തണം. സോ അങ്ങനെ ഒരു അപ്രോച്ചും ഗൈഡൻസും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇതുവരെയുള്ള എൻ്റെ ജേർണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിറാക്കിൾ പോലെയായിരുന്നു. സോ ഐ റിയലി റെക്കമെൻഡ് ഫോർ ദിസ് ഇൻ്റർനാഷണൽ അക്കാദമി. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്. സോ താങ്ക് യു.